8ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുമ്പോൾ വാർഷിക ഇൻക്രിമെന്റ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതിൻ്റെയും ഒരു നിശ്ചിത ഘട്ടത്തിൽ DA അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കേണ്ടതിൻ്റെയും ആവശ്യകത ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിൻ്റെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംഘടനകൾ 8ാം ധനകാര്യ കമ്മീഷന് മുമ്പ് 8ാം ശമ്പള കമ്മീഷന് മുമ്പിൽ ഒരുപാട് ശുപാർശകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഉയർന്ന വാർഷിക ഇൻക്രിമെന്റും DAയും ലയനവും ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ വർധന ഉൾപ്പെടെ വേഗത്തിലാക്കുക എന്നുള്ളതാണ് ഈ നിർദ്ദേശത്തിന് പിന്നിലുള്ള പ്രധാന കാരണം. എന്തൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. ഇത് ശമ്പള സ്കെയിലിൽ താഴെയുള്ള തട്ടിലുള്ളവർക്ക്, അതായത് വളരെ താഴെയുള്ളവർക്ക്, കുറഞ്ഞ ശമ്പള സ്കെയിലുള്ളവർക്ക് ആശ്വാസം നൽകുന്നതാണ് പല നിർദ്ദേശങ്ങളും. നിലവിലെ 3% വാർഷിക ഇൻക്രിമെന്റ് നിരക്ക് പ്രകാരം ലെവൽ 1 ഉൾപ്പെടുന്ന ജീവനക്കാരന് 18,000 രൂപ മാത്രമാണ് അടിസ്ഥാന ശമ്പളം. ഒരു പതിറ്റാണ്ട് കൊണ്ട് 23,484 രൂപയായി 30.47% വർദ്ധിച്ചിട്ടുള്ളത്. അത് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇതിനു പുറമെ അവർക്ക് DA, വീട്ടുവാടക, അലവൻസ്, യാത്രാ അലവൻസ് എന്നിവയിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിൽ DAയും HRയും അടിസ്ഥാന ശമ്പളവുമായി ബന്ധിപ്പിച്ചിട്ടുള്ളവയാണ്. യാത്രാ അലവൻസ് സ്ഥിരമായ ഒന്നാണ്. DA 50% എത്തുമ്പോൾ മാത്രമേ അതിൽ വർധനവുണ്ടാകൂ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഉയർന്ന വാർഷിക ഇൻക്രിമെന്റും DAയുടെ ലയനവും അടിസ്ഥാന ശമ്പളത്തിലും മൊത്തം ലഭിക്കുന്ന തുകയിലും വലിയ വർധനവിന് കാരണമാകും. 7% വാർഷിക ഇൻക്രിമെന്റ് നിരക്കും DA 25% എത്തുമ്പോൾ അത് അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കുകയും ചെയ്താൽ വെറും 7 വർഷത്തിനുള്ളിൽ അടിസ്ഥാന ശമ്പളം ഇരട്ടിയാകുമെന്നാണ് ഇത് സംബന്ധിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പ്രധാന സംഘടനയായിട്ടുള്ള നാഷണൽ കൗൺസിൽ ഓഫ് ജോയിന്റ് കൺസൾട്ടേറ്റീവ് മെഷീനറി 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷന് നിരവധി വിവരങ്ങൾ അടങ്ങുന്ന നിവേദനത്തിൽ 6% വാർഷിക ഇൻക്രിമെന്റ് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ, പ്രഗതിശീൽ ശിക്ഷക് ന്യായ മഞ്ച് തുടങ്ങിയ സംഘടനകൾ DA 50%-ലെത്തുമ്പോൾ അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ ആവശ്യങ്ങളാണ് സംഘടന മുന്നോട്ട് വെക്കുന്നത്. ആവശ്യങ്ങൾ പരിഗണിച്ചാൽ 2.1 ഫിറ്റ്മെന്റ് ഫാക്ടർ, 7% വാർഷിക ഇൻക്രിമെന്റ്, അടിസ്ഥാന ശമ്പളത്തോടൊപ്പം 25% DA ലയിപ്പിക്കൽ എന്നിവയിലൂടെ ഒരു ജീവനക്കാരൻ്റെ അടിസ്ഥാന ശമ്പളത്തിൽ 7 വർഷത്തിനുള്ളിൽ വലിയ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫിറ്റ്മെന്റ് അലവൻസ് എന്ന് പറയുന്നത് ഇത് വയ്ക്കണമെന്നും നിശ്ചിത തുക വയ്ക്കണമെന്നും അതുപോലെ തന്നെ 2.1 എന്ന കണക്കിലേക്ക് ഫിറ്റ്മെന്റ് അലവൻസ് പോകണമെന്നും അതുപോലെ വാർഷിക ഇൻക്രിമെന്റ് വയ്ക്കണമെന്നും HRA അലവൻസ് കൂട്ടണമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങളാണ് ഇന്ത്യയിലെ സന്നദ്ധ സർവീസ് സംഘടനകൾ, അത് റെയിൽവേയുടെ ആകട്ടെ, റെയിൽവേയൊക്കെ വലിയ സംഘടനയാണ്, റെയിൽവേ ആകട്ടെ അല്ലാതുള്ള സംഘടനകളാകട്ടെ 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ മുമ്പിൽ വച്ചിരിക്കുന്നത്. ഇത് വിജയിച്ചാൽ ഉടനെ തന്നെ ശമ്പളം കൂടും എന്നുള്ളത് മാത്രമല്ല 7 വർഷം കൂടുമ്പോൾ വലിയ വർധനവുണ്ടാകും എന്നാണ് സാമ്പത്തിക വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. 10 വർഷത്തിലൊരിക്കലാണ് കേന്ദ്ര ഗവൺമെന്റിൽ ശമ്പള പരിഷ്കരണം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇത് പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ശമ്പള പരിഷ്കരണം കേരളത്തിൽ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. 10 വർഷത്തേക്ക് അത് നീണ്ടു പോകുമോ എന്നുള്ളൊരു അനിശ്ചിതത്വമുണ്ട്. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തിലൊരിക്കലാണ് അവർ ചെയ്യുന്നത്. അത് 1.5 വർഷം മുമ്പാണ് അതിൻ്റെ കമ്മിറ്റി വെച്ചിട്ടുള്ളത്. അതിൻ്റെ റിപ്പോർട്ട് ആൾമോസ്റ്റ് വന്നിട്ടുണ്ട്. അവർ ഗോവയിലും കൽക്കട്ടയിലും ഭുവനേശ്വറിലും പല സ്ഥലങ്ങളിൽ സിറ്റിംഗ് നടത്തിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അത് ശമ്പള പരിഷ്കരണം ഉടനെ വരാൻ സാധ്യതയുണ്ട്. അത് വരുമ്പോൾ വർദ്ധിച്ച വലിയ ശമ്പളമായിരിക്കും കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കിട്ടുന്നത്. നമുക്ക് എന്താണെന്നത് കാത്തിരുന്ന് കാണാം.